ഹലോ, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് സുഖമാണ്. കുറേ നാളായി നിങ്ങളെന്നെ കണ്ടിട്ട്. ഞാൻ നിങ്ങളെ കണ്ടിട്ട് എനിക്കറിയാം, ഒരു 8 മാസത്തിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ക്യാമറ ഓൺ ചെയ്യുന്നത്. അതായത് ഇതുപോലൊരു ലോങ് വീഡിയോ എടുക്കാൻ. ഇതിനിടയിൽ ലൈഫ് കുറേ ബിസി ആയിപ്പോയി, മെസ്സി ആയിപ്പോയി, അങ്ങനെ കുറച്ചധികം പ്രശ്നങ്ങളുണ്ടായി. ഹോണസ്റ്റ്ലി പറയട്ടെ, ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു, സത്യം പറഞ്ഞു. ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമോ എന്ന്. അതായത് പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ നോർമലി ചെയ്യാറുള്ള കുറച്ച് പ്രോഡക്ട്സ് വെച്ചിട്ട് സിമ്പിളായിട്ട് എങ്ങനെ ഒരുങ്ങി പോവാം, അതാണ് ഇന്നത്തെ വീഡിയോ. റെഡി ആയത് കുറച്ച് ലാഗ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇൻട്രോ ഇത്രയും വലിച്ചു നീട്ടുന്നില്ല. എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം, പുതിയ ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ പേര് ദിവ എന്നാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് കുറേ നാളായി, പക്ഷെ ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പൊ ഞാൻ പുതിയതായിട്ട് പിന്നെയും പ്രത്യക്ഷപ്പെട്ടേക്കുവാണ്. അപ്പൊ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യുക. അപ്പൊ ശരി, എന്നാ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോ നമുക്ക് കലാപരിപാടികൾ ആരംഭിക്കാം. നമ്മൾ എപ്പോഴും ഫേസ് ഇങ്ങനെ മേക്കപ്പ് ചെയ്യോ, സ്കിൻ കെയർ ചെയ്യോ, അതിന് മുന്നേ നമ്മൾ ഹെയർ ഒക്കെ ഇങ്ങനെ ഒതുക്കി സെറ്റ് ചെയ്ത് സമാധാനമായിട്ട് ഒരു പാട്ടൊക്കെ കേട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പോഡ്കാസ്റ്റ് കേട്ടിട്ട് ഇങ്ങനെ സമാധാനപരമായിട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, കൈയാണെങ്കിലും ഫേസ് ആണെങ്കിലും നല്ലോണം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാൻ. ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ ഡ്രൈ ഫേസിൽ, അതായത് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് നന്നായിട്ട് ഒരു ടവല് വെച്ചിട്ട് ഫേസ് നന്നായിട്ട് തുടച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബാക്കി പ്രോഡക്ട്സ് ഒക്കെ അപ്ലൈ ചെയ്യുക. ഇത് നൈറ്റ് സ്കിൻ കെയറിൽ മാത്രമാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എൻ്റെ മേക്കപ്പ് റൊട്ടീന് മുന്നേയും ഞാൻ ഈ സാധനം സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താറുണ്ട്. മോർണിംഗ് ടൈമിലും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹൈഫിന്റെ ഡബിൾ ഷോട്ട് റേഡിയൻ ലിഫ്റ്റ് സിറം ആണ്. ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് എന്താണോ ഉള്ളത് അത് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ കുറച്ച് വെപ്രാളം കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു സിറമാണ് ആദ്യം അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ടോണർ ഉണ്ടെങ്കിൽ ടോണർ അപ്ലൈ ചെയ്യാം. ഓക്കെ, ടോണർ, സിറം ഏതാണുള്ളത് അത് അപ്ലൈ ചെയ്യുക. ഇനിയിപ്പോൾ രണ്ടും അപ്ലൈ ചെയ്താലും ടോണർ ആദ്യം അപ്ലൈ ചെയ്ത് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് സിറം അപ്ലൈ ചെയ്യാം. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. ഫേസിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരുപാടിട്ട് ഇങ്ങനെ ആക്കണ്ട. ജസ്റ്റ് ഇങ്ങനെ നമ്മളിപ്പോൾ എന്താണ് അപ്ലൈ ചെയ്യുന്നത് അത് നെക്കിൽ കൂടെ അപ്ലൈ ചെയ്യണം. ഇങ്ങനെ ചെയ്തിട്ട് ആണെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം. അതിനു മുമ്പ് ഞാനിവിടെ ലിപ് ബാം ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു ടിൻറ്റഡ് ലിപ് ബാം ആണ്. ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് ഒരു പേജിൽ നിന്ന് മേടിച്ചതാണ്. അപ്പൊ ഞാൻ അത് ഇപ്പോഴേ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ലെങ്കിൽ ഏതാണോ ഇഷ്ടം ആ ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എൻ്റെ തന്നെ എന്താണ് പ്രോഡക്റ്റ്സ് കണ്ടിട്ട് നിങ്ങൾ അത് ചാടിക്കയറി മേടിക്കാൻ നിൽക്കേണ്ട. ഇപ്പം നിങ്ങൾ കംഫർട്ട് സോണിലാണ് നിൽക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള സ്കിൻ കെയറിലാണ് നിങ്ങളിപ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതിൽ തന്നെ നിന്നോ. നിങ്ങൾക്കത് കംഫർട്ടബിൾ ആണെങ്കിൽ അതിൽ തന്നെ നിന്നോണം. ചാടിക്കയറി ദൈവമായി ആ ചേച്ചി ഇത് ആ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ചാടിക്കയറി മേടിക്കാൻ നിൽക്കരുത് പൊന്നു മക്കളെ. ഓക്കെ, ഇനി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ ആണ്. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത് മോയ്സ്ചറൈസർ ഇല്ല. അടുത്ത സ്റ്റെപ്പിലോട്ടാണ് പോകുന്നത്, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഞാനിവിടെ മാമ എർത്തിന്റെ ആക്ച്വലി നല്ലതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കിത് അടിപൊളിയാണ്. ഇത് കാരണം എനിക്ക് പിമ്പിൾസോ വേറെ ഇഷ്യൂസോ ഒന്നും സ്കിന്നിൽ ഇതുവരെ വന്നിട്ടില്ല. ക്ലൈമറ്റ് ചേഞ്ച് ആവുന്ന അനുസരിച്ച് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യാം. ചിലപ്പം ആ ക്ലൈമറ്റിന് ഈ പ്രൊഡക്റ്റ് സ്യൂട്ട് ആവണമെന്നില്ല, മനസ്സിലായോ? അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രോഡക്റ്റ് ചേഞ്ച് ചെയ്താൽ മതി. അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഇല്ലാണ്ട് നിങ്ങൾ പ്രോഡക്റ്റ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അത് സ്യൂട്ടബിൾ ആണെങ്കിൽ അതിൽ തന്നെ നിൽക്കാവുന്നതാണ്. ആക്ച്വലി ഞാൻ പറയുന്ന എല്ലാം കറക്റ്റ് ആവണമെന്നില്ല, എന്നാലും ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ സൺസ്ക്രീൻ നമ്മൾ ഇങ്ങനെ നമ്മുടെ ഫേസ് കവർ ആവുന്ന രീതിയിൽ ഉള്ള എമൗണ്ട് കയ്യിലെടുക്കുക, അപ്ലൈ ചെയ്യുക. ഞാനിവിടെ 3 ഫിംഗറും 4 ഫിംഗറും റൂളൊന്നും അല്ല ഇവിടെ ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്നു, അപ്ലൈ ചെയ്യുന്നു. എനിക്ക് നല്ല ഉറക്ക ക്ഷീണം വരുന്നുണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ ഭയങ്കര ഒരു ഡൗൺ ആൻഡ് കാം
കാമായിട്ടുള്ള ഒരു മൂഡിൽ പൊക്കോണ്ടിരിക്കുന്ന, നിങ്ങൾ വിചാരിക്കുക ഓ ആക്റ്റീവ് അല്ലല്ലോ, ഉറക്കം തൂങ്ങി ബോറടിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് വിചാരിക്കാം, എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ എൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്, എനിക്കിങ്ങനെ ഭയങ്കര ഉറക്കം വരുന്നുണ്ട് നല്ലോണം. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഇട്ടാലും എന്ത് പ്രോഡക്റ്റ് ഫേസിലിട്ടാലും നമ്മളിങ്ങനെ നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ എന്താണ്, നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന പ്രോഡക്ട്സിന് കുറച്ചും കൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മളിവിടെ ഹെവി മേക്കപ്പ് ഒന്നും ചെയ്യണില്ല എങ്കിലും ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു പ്രൈമർ, ഇത് മാൾസിന്റെ സീറോ പ്രൈമർ പോൾ പെർഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൈമർ, ഇതാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് അഫോർഡബിൾ പ്രൈസിന് കിട്ടുന്നതാണ്. ആക്ച്വലി ഇത് ഭയങ്കര ഹെവി മേക്കപ്പ് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ പ്രൈമർ യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ സ്റ്റെപ്പ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആക്ച്വലി എൻ്റെത് ഭയങ്കര സോഫ്റ്റ് ഫീച്ചേഴ്സ് ആണ്. എനിക്ക് എൻഹാൻസ് ചെയ്യുന്ന, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, എൻഹാൻസ് ചെയ്യുന്ന ഒരു പാർട്ട് പോലും ഫേസിലില്ല. കണ്ട, എല്ലാം ഭയങ്കര സോഫ്റ്റ് ഫീച്ചേഴ്സ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സൺലൈറ്റിലല്ല നിൽക്കുന്നത്, റിംഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ റിംഗ് ലൈറ്റ് കുറച്ചുകൂടി നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സിന് സോഫ്റ്റ് ആണ് ആക്കുന്നത്. അപ്പൊ എൻ്റെ ഫേസിൽ ഒന്നും കാണാനില്ല, മെയിനായിട്ട് എടുത്ത് കാണിക്കുന്ന ഒന്നുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്താണ് ഇവിടെ ഒന്നുമില്ല എന്നിങ്ങനെ തോന്നുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പോഴ്സ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്താവും, ബ്ലറാവും. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ബ്ലറാവും. എനിക്ക് നെറ്റിയുടെ അവിടെ പിന്നെ കവളുടെ ഈ ഭാഗത്തൊക്കെയാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഴിയുള്ളത്. കവളിന്റെ ഈ ഭാഗത്തൊക്കെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മാത്രം മതി. പ്രൈമർ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പ്രൈമർ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് അടുത്ത പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുക. ഇല്ലെങ്കിൽ ഈ പ്രൈമർ ഉണ്ടല്ലോ, ചില പ്രൈമർ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഉരുണ്ട് നമ്മൾ ചെയ്യുന്ന പുറത്ത് ചെയ്യുന്ന മേക്കപ്പ് ഇങ്ങനെ ഉരുണ്ട് കയ്യിൽ വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഭയങ്കര ഹെവി മേക്കപ്പ് ലുക്ക് ചെയ്യേണ്ട, എന്നാൽ നാച്ചുറൽ ലുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒരു BB ക്രീം യൂസ് ചെയ്യാം. ഞാൻ അതിനായിട്ട് ഇവിടെ എടുക്കുന്നത് പോൺസിന്റെ ഈ ഒരു BB ക്രീമാണ്. കുറച്ച് ഈവൻ ടോൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗുഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു BB ക്രീം യൂസ് ചെയ്യണം. ഈ സൈസിൽ വേണം എടുക്കാൻ. മെക്കിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ചും കൂടെ കൂടുതൽ എടുത്തത്. ക്ലീൻ ലുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനിവിടെ സ്ട്രോപ്പ് ക്രീം എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഫേസസ് കാനഡ എന്ന ബ്രാൻഡിന്റെ സ്ട്രോപ്പ് ക്രീമാണ്. ഇത് റോസ് ഗോൾഡ് ആണ് ഈ ഷെയ്ഡ്. BB ക്രീം എത്രയാണ് എടുത്തിട്ടുള്ളത്, അതിന് കുറച്ചും കൂടെ കൂടിയിട്ടാണ് ഞാൻ സ്ട്രോപ്പ് ക്രീം എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ രണ്ടറ്റത്തുനിന്ന് ഇങ്ങനെയും എടുത്ത് അപ്ലൈ ചെയ്യാം. ഇവിടെ നോസിന്റെ ഇവിടെ ജസ്റ്റ് ഈ ഫേസിൽ ഇങ്ങനെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് നമുക്ക് സ്പഞ്ചോ അല്ലെങ്കിൽ ബ്രഷോ യൂസ് ചെയ്യണവർക്ക് യൂസ് ചെയ്യാം. പക്ഷെ എനിക്കൊന്നും കൂടെ ഇഷ്ടം എൻ്റെ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ആക്കി കൊടുക്കാനാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്ലീൻ ഫിംഗേഴ്സ് വേണം അല്ലെങ്കിൽ ക്ലീൻ ഹാൻഡ് അടിക്കണം എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഭയങ്കരമായിട്ട് ഇങ്ങനെ ആക്കരുത്, എന്നാൽ പ്രോഡക്റ്റ് ഇതാവൂല, നല്ല ബ്ലെൻഡ് ആവൂല. പകരം പൊടിഞ്ഞു ഇളകും. പകരം ഞാൻ എപ്പോഴും ഇങ്ങോട്ട് നോക്കില്ല സംസാരിക്കാം. ഓക്കെ, പകരം പൊടിഞ്ഞു ഇളകും. ഇല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ അവിടെ ആയിട്ട് ഉരുണ്ട് വരും. അപ്പൊ നമുക്കത് ഭയങ്കര അഭംഗിയാണ്. പിന്നെ ചിലർക്ക് ഇങ്ങനെ വിണ്ട് കീറിയതുപോലെ ഇരിക്കും. അങ്ങനെ ആവാണ്ടിരിക്കാനാണ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ പറയുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കൊള്ളാം. ഇങ്ങനെയും ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് ഡാബ് ചെയ്തും കൊടുക്കുക. ഞാൻ ഇങ്ങനെ ചെയ്യും പോലെ, മനസ്സിലായ? സ്ട്രോപ്പ് ക്രീം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് കുറച്ച് ഭയങ്കര ക്ലീൻ ഫേസ് ആൻഡ് ഗ്ലോയിങ് സ്കിന്നായിട്ട് മാറും. പക്ഷെ ഇത് ഭയങ്കര എല്ലാം എന്നുവെച്ചാൽ ഭയങ്കര ഗ്ലോയിങ് ആയിട്ട് തോന്നൂല. എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഞാൻ ആരുടെയോ വീഡിയോയിൽ ഇങ്ങനെ കണ്ടു, സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് ഒന്നും ഇല്ലാന്ന്. ആക്ച്വലി എന്താണ് ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയില്ല. ഭയങ്കരമായിട്ട് വെട്ടിത്തിളങ്ങണമെന്നാണോ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്താണ്, സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പേഴ്സണലി എനിക്ക് കുറച്ച് കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ സ്ട്രോപ്പ് ക്രീം BB ക്രീമിനോട് മിക്സ് ചെയ്തിട്ടിട്ട് ഒരു ദിവസം പോയപ്പോഴത്തേക്കും
നല്ല സൺലൈറ്റ് ഉണ്ട്. അപ്പൊ എന്നത്തേനും കാട്ടി നല്ല ഗ്ലോയിങ് സ്കിൻ ആയിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ഈ കൊള്ളാം, നല്ല രസമുണ്ട്, ഫേസ് നല്ല തിളങ്ങുന്ന പോലെ ഉണ്ടെന്ന്. ആക്ച്വലി ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഇടുന്നത് കൊണ്ടാണ് കുറച്ചും കൂടെ ഗ്ലോ കിട്ടുന്നത്. മനസ്സിലായില്ലേ? അതാണ് ഇതിന്റെ യൂസ് എന്ന് പറയുന്നത്. ഈ റോസ് ഗോൾഡ് എന്ന് പറഞ്ഞ് നല്ല പിങ്കിഷ് ആയിട്ട് ഭയങ്കര ഇംഗ്ലീഷുകാരെ പോലെ ഇരിക്കണം എന്ന് വെച്ചാല് നടക്കുന്ന കേസല്ല. നമുക്ക് ഡെയിലി യൂസിന് ഇത് തന്നെ ധാരാളം. എനിക്ക് ഇത്രയും മതി, എന്റെ ഫേസിന് ഇത്രയും ഗ്ലോ ഒക്കെ മതി. പിന്നെ ഹെൽത്തി സ്കിൻ ആയിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് ഫൈൻ ലൈൻസ് ഒന്നും ഇല്ലാതെ, ഈ പിമ്പിൾസ് ഒന്നും ഇല്ലാതെ ക്ലീൻ ആയിട്ട്, വല്ലപ്പോഴും ഒരു കുരു വന്നോട്ടെ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ഇഷ്ടമുണ്ട്. പക്ഷെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഈ നോർമൽ സ്കിന്നുള്ളവരാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കൂടുതലായിട്ട്. അവരുടെ സ്കിന്ന് ഭയങ്കര അലമ്പാണ്, കച്ചറയാണ്. അപ്പൊ ഈ നമ്മളൊക്കെ എന്ത് ചെയ്യും? ഉള്ളതുകൊണ്ട് ഓണം പോലെ അതിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുക, ബെറ്റർ ആക്കി വെക്കുക, അത്രേ ഉള്ളൂ. ഈ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഇൻസ്റ്റയിൽ വന്നിട്ട് ഒരു കൊച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി വെളുക്കാൻ വല്ല ക്രീമും ഉണ്ടോ, പറഞ്ഞു തരുമോ എന്ന്. റിക്വസ്റ്റ് കിടക്ക, ഞാൻ ഇതുവരെ അക്സെപ്റ്റ് പോലും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് ഇതുപോലെ ഇങ്ങനെ വീശി കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫാൻ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡ്രൈ ആക്കി കൊടുക്കാം. പക്ഷെ ഇതിനെക്കാട്ടിലും നല്ലത് നാച്ചുറൽ ആയിട്ട് അതിനെ ഡ്രൈ ആക്കാൻ വിടുന്നതാണ്. കാരണം ഇല്ലെങ്കിൽ ഈ ഒരു കാറ്റ് പോയതിനു ശേഷം നമുക്ക് ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും. അപ്പൊ അതിനെക്കാട്ടിലും നല്ലത് ഇതില്ലാണ്ട് ഡ്രൈ ആവുന്നതാണ്. പിന്നെ ഞാനൊരു ഷോക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, സ്ട്രോപ്പ് ക്രീം തന്നെ കുറച്ചെടുത്തിട്ട് നോസിന്റെ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ 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 ചെയ്തു കൊടുക്കുക. കണ്ട, നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നുണ്ടോ? ഈ ഒരു ഗ്ലോ ഉണ്ടോ? നമുക്കാണെങ്കിൽ ചീക്കിന്റെ അവിടെ അപ്ലൈ ചെയ്യാം. ഞാൻ പക്ഷെ കൂടുതലും എപ്പോഴും അപ്ലൈ ചെയ്യുക ഈ ഭാഗത്തും മാത്രമാണ്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ചോദിക്കും, നോർമലി എല്ലാവരും ഇങ്ങനെ കവിളിലിടുന്നതാണ് കണ്ടിട്ടുള്ളത്, നീ കവിളിലിടുന്നത് കാണുന്നില്ല, ഇപ്പൊ കണ്ടു ഗൈസ്. പക്ഷെ എനിക്കത് അത്ര ഇഷ്ടമല്ല. ചില നല്ല ബ്ലഷ് കിട്ടിയാൽ ഞാൻ ഇടുമായിരിക്കും. ഇപ്പൊ ഈ സ്ട്രോപ്പ് ക്രീം കിട്ടിയതിന് ശേഷം ചില സമയത്ത് ഞാൻ ഇങ്ങനെ ഇടാറുണ്ട്. ഈ വീഡിയോ ചിലപ്പോൾ ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട്. എല്ലാം ഇട്ട് കഴിയുമ്പോൾ അതാ എണ്ണ വീഴുക്ക് പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇതിന്റെ പ്രോപ്പർ ഭംഗി അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് ടാൽക്കൻ പൗഡർ അല്ലെങ്കിൽ സെറ്റിംഗ് പൗഡർ, അതായത് കോമ്പാക്ട് യൂസ് ചെയ്യാം. ഫേസിൽ ഇതൊക്കെ അപ്ലൈ ചെയ്ത ഉടനെ ടാൽക്കൻ പൗഡറോ കോമ്പാക്റ്റോ വെച്ച് ഒന്നും ചെയ്യാൻ നിൽക്കരുത്. ഇത് ജസ്റ്റ് ഒന്ന് ഇതായി സെറ്റായി വന്നതിന് ശേഷം വേണം നമ്മൾ ടാൽക്കൻ പൗഡർ അപ്ലൈ ചെയ്യാൻ. അത് അപ്ലൈ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഒരു ബ്രഷ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്പഞ്ച് യൂസ് ചെയ്യാം. സ്പഞ്ച് മീൻസ് മറ്റേ സ്പഞ്ച്, കോഴിമുട്ടയല്ല, അല്ലാണ്ട് ഇങ്ങനെ സ്പഞ്ച് കിട്ടുമല്ലോ, കോമ്പാക്റ്റിന്റെ കൂടെ ഒക്കെ കിട്ടത്തില്ലേ, അത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ആദ്യം അപ്ലൈ ചെയ്യും. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ 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 ആക്കിയിട്ട് ഒന്ന് തൂത്ത് കൊടുക്കും. ഭയങ്കരമായിട്ടിട്ട് ഉരയ്ക്കാറില്ല. അങ്ങനെ ഉരച്ചാല് അടിയിലിട്ടിക്കുന്ന സാധനം എല്ലാം കൂടെ ഇങ്ങനെ ഇളകി ഇങ്ങനെ വരും. നമ്മുടെ വീട്ടിൽ കുറച്ച് അതിഥികൾ വന്നത് കാരണം ഇടയ്ക്ക് വെച്ച് പോകേണ്ടി വന്നു. എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നത്. സ്റ്റിൽ അപ്പോഴും ഫേസ് നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അടിപൊളി. അപ്പൊ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐ ഷാഡോ വെച്ചിട്ട് നമ്മുടെ കണ്ണിന്റെ മുകളിൽ ചെയ്ത് കൊടുക്കുക. ഇത് മാഴ്സിന്റെ ആണ്. ആക്ച്വലി ഇത് എനിക്ക് ഇഷ്ടമുണ്ട്. ന്യൂഡ് ഷെയ്ഡ്സ് ആണ്. പിന്നെ അത്യാവശ്യം കുറച്ച് ഗ്ലാമർ ആവണമെങ്കിൽ കുറച്ച് ഗ്ലിറ്റർ ഷെയ്ഡ്സും ഉണ്ട്. സോ അങ്ങനെയാണ് ഷെയ്ഡ്സ് ഉള്ളത്. അപ്പൊ ഞാനിവിടെ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഇതെനിക്ക് ഇഷ്ടമുള്ള ഷെയ്ഡാണ്. ഇപ്പോഴും ഞാൻ ഇങ്ങനെ പുറത്ത് പോകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി വിടും. അപ്പം കണ്ട ഒരു നല്ല ക്ലീൻ ലുക്ക് വരും. താഴെ വേണമെങ്കിൽ ചെയ്താൽ മതി. ഇതിപ്പോ ഞാൻ ഷോയ്ക്ക് വേണ്ടി ചെയ്തതാണ്, സോറി. ഞാൻ എപ്പോഴും മുകളിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ഇപ്പൊ പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ ചെയ്ത് നോക്കാന്ന് വെച്ചിട്ടാണ് ചെയ്തത്. ഇത് ലൈറ്റ് ആയിട്ടാണ് ഇട്ട് കൊടുക്കല്. അങ്ങനെ ഇപ്പുറത്തെ കണ്ണിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ബോറായിട്ടുണ്ടല്ലോ. ഇല്ല, മേക്കപ്പ് ഒക്കെ ചെയ്ത് വരുമ്പോൾ അടിപൊളിയായിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഐലൈനർ വരച്ചു കൊടുക്കാം. ആക്ച്വലി ഞാൻ കണ്ണിൻ്റെ അകത്ത് കരി വരയ്ക്കുന്നില്ല, ബിക്കോസ് നമ്മളൊരു ക്ലീൻ ലുക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആഡംബരമൊന്നും വേണ്ടല്ലോ. വിങ്ങ് വരയ്ക്കണ്ടെന്ന് വെച്ചിട്ട് ഇരുന്നാണ്. പക്ഷെ എങ്ങനെയും വിങ്ങ് വന്നു. ഭയങ്കര ഭംഗിക്കല്ല വന്നത്, എന്നാൽ പോലും അങ്ങനെ വന്നു. ഞാൻ മസ്കാര ഇടുന്നതിന് മുന്നേ തന്നെ ഞാനിങ്ങനെ ഐലൈനർ വെച്ചിങ്ങനെ വരഞ്ഞുകൊണ്ടിരുന്നപ്പം ലാഷ് ഉണ്ടോ, നല്ല രസമായിട്ടൊന്നില്ലേ.
ഇനിയാണ് നമ്മൾ മസ്കാര ഇടാൻ പോകുന്നത്. ഇത് ബ്ലൂ ഹെവൻ്റെ ഡീപ്പ് ബ്ലാക്ക് മസ്കാരയാണ്. നിങ്ങൾക്കറിയാം എൻ്റെ കയ്യിൽ ചില സമയത്ത് ബ്ലൂ ഹെവൻ്റെ ഒരു പ്രൊഡക്റ്റ് പോലും ഇല്ലാണ്ടിരിക്കില്ല. ബ്ലൂ ഹെവൻ എപ്പോഴും കാണും, കാരണം അടുത്തുള്ള ഷോപ്പിൽ ഏറ്റവും കൂടുതലുള്ളത് ബ്ലൂ ഹെവൻ്റെ പ്രൊഡക്ട്സ്. അതുകൊണ്ടാണ് ഇനി നമുക്ക് മാറ്റി പഠിക്കാം, ടൈം ഉണ്ടല്ലോ. അപ്പം നമ്മൾ മസ്കാര വെച്ചിട്ട് നമ്മൾ എവറിഡേ മേക്കപ്പ് ലുക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് മസ്കാര. അതുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഇനി നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകണം. ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് ഒരു പ്രത്യേക ഒരു ഭംഗി, നമ്മുടെ ഫേസ് ഒന്ന് ഫ്രെയിം ചെയ്തതുപോലെ. യെസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ്, ഒന്നും ഇട്ടില്ലെങ്കിലും ഒരു ചെറിയൊരു ലിപ് ബാമും ഇട്ട് ഐബ്രോസ് ഒന്ന് ഫില്ലാക്കി വെക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ ആരും കേൾക്കുന്നില്ല, ഞാൻ ബഹളം വെക്കുന്നില്ല. നമുക്ക് ഐബ്രോ ഫിൽ ചെയ്യാം. ആക്ച്വലി ഇത് ഞാൻ ത്രെഡ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ വശപ്പശകിലിരിക്കുന്നത്. ഞാൻ എന്നാലും അത് വരച്ച് സെറ്റ് ചെയ്യും. കണ്ട, എൻ്റെ ഈ ഭാഗം നോക്ക്, എൻ്റെ ഈ ഭാഗം നോക്ക്, ഈ ഭാഗം കണ്ട. ഇത്രയും മേക്കപ്പ് ചെയ്തതിനെക്കാട്ടിലും ഐബ്രോ ഫില്ല് ചെയ്തപ്പോൾ തന്നെ ഞാൻ എന്തോ വലിയ ഹെവി മേക്കപ്പ് ചെയ്ത പോലെ ഫീൽ ആവും. അതാണ് ഐബ്രോസിന്റെ പവർ എന്ന് പറയുന്നത്. നല്ല രസമായില്ലേ? ഐബ്രോ ഫില്ല് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഓവറോൾ ലുക്ക് മാറി. ലിപ് ബാം അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഞാൻ ഇന്ന് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നില്ല, ബിക്കോസ് ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടൊരു ലുക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. വീഡിയോ ലെങ്ത് ആയാലും സിമ്പിൾ സ്റ്റെപ്സ് ആണ്. ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഒരു പ്ലംബി എഫക്റ്റ് വരും. ഇങ്ങനെ കണ്ട. നിങ്ങളൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കൂ, ഞാൻ വന്നപ്പോൾ എൻ്റെ ലിപ്സ് എങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നതിന്. കാരണം നാളെ സെന്റർ പോർഷനിൽ ഇങ്ങനെ കുറച്ച് അധികം ഇങ്ങനെ ഇട്ട് കൊടുക്കുക ലിപ് ബാം ടിൻഡഡ് ആണെങ്കിൽ. അപ്പോൾ ഒരു പ്ലംബ് ആയിട്ട് നിൽക്കുന്ന ലിപ്സ് കിട്ടും. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൈൻ ചെയ്ത് കൊടുക്കും. അതായത് ഇത് ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടുന്നവരാണ് പക്ഷെ ഇന്ന് ലിപ്സ്റ്റിക് ഇടണ്ട അങ്ങനെയൊക്കെ തോന്നുന്നവർക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത്. സോ മനസ്സിലായില്ലേ? ഇനി ഞാൻ എന്താ ഇതുപോലെ ഒരു ഡാർക്കർ ഷെയ്ഡ്. അപ്പൊ ഇതാണ്ട് ഈ അറ്റത്തുനിന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. കണ്ട, നല്ലൊരു ക്ലീൻ ലുക്ക് വന്നില്ലേ? ഇനി വേണമെങ്കിൽ പൊട്ട് കുത്തി കൊടുക്കാം, പൊട്ട് കുത്താണ്ടിരിക്കാം. ഞാനിവിടെ പൊട്ട് കുത്തി കൊടുക്കുകയാണ്, അപ്പോൾ വേറൊരു ഭംഗി വരും. നല്ല രസമായില്ലേ? കുറച്ച് പ്രൊഡക്ട്സ് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ക്യുക്ക് ആയിട്ട് റെഡിയായി. ആക്ച്വലി ഞാൻ എൻ്റെ ഭംഗി ആസ്വദിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ നോക്കുന്നത്, സോറി. ഇനി നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്യണം, ഹെയർ സ്റ്റൈല് മാറ്റണം, എല്ലാം മാറ്റിയിട്ട് ഞാൻ വരാം. അപ്പൊ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് നല്ല ഇഷ്ടമായി. കുറച്ച് പ്രോഡക്ട്സ് വെച്ചിട്ട് ഇത്രയും സ്റ്റെപ്സ് ആണ് ഞാൻ ഡെയിലി ഔട്ടിങ്ങിന് പോകുമ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യാറ്. ഇത്രയും പ്രോഡക്ട്സ് ആണ്, ഇങ്ങനെയാണ് ഒരുങ്ങാറ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ആക്ച്വലി ഒരിടത്ത് പോകുന്നില്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങിയതാണ്. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? ഒരു ക്ലീൻ ലുക്ക് വന്നില്ലേ? മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സും ട്രിക്സും ഒക്കെ അറിയണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചേക്കാം. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. കമന്റ് ബോക്സിൽ പറഞ്ഞേക്കാം ഈ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ. പ്രോഡക്ട്സിന്റെ ലിങ്ക് ഒക്കെ, അതായത് ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് എന്തെങ്കിലും പറയാൻ മറന്നോ? അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.